മലയാളിക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒന്നാണ് കോഴിക്കോടൻ ഹൽവ. മിഠായി തെരുവിൽ കൂടി നടക്കുമ്പോൾ കിട്ടുന്ന കൊതിപ്പിക്കുന്ന ഹൽവയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു എതിരാളി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ തനതായ ചേരുവയിൽ നല്ല കിണ്ണം കാച്ചിയ രുചിയിലുള്ള തോട്ടുമുക്ക് ഹൽവ. തോട്ടുമുക്ക് ഹൽവയുടെ രുചിയാണിനി. പേര് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന പുകൾപെറ്റ അറേബ്യൻ വിഭവമാണ് ഹൽവ. പേരും പെരുമയും അളന്നാൽ തിരുനെൽവേലി ഇരുട്ടുകട ഹൽവയും കോഴിക്കോടൻ ഹൽവയുമാണ് എന്നും മുന്നിൽ. എന്നാൽ 4 പതിറ്റാണ്ടിലേറെയായി തിരുവനന്തപുരത്തിന്റെ തനതായ ചേരുവയിൽ നല്ല കിണ്ണം കാച്ചിയ രുചിയിൽ ഹൽവ ലഭിക്കുന്ന ഇടമുണ്ട്. അതാണ് വിതുരയ്ക്ക് സമീപമുള്ള തോട്ടുമുക്ക്. എടുത്തുകുത്തുകളിൽ പേര് ഹൽവ എന്നാണെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ഇത് അലുവയാണ്. കടിച്ചാൽ തിരിച്ചു കടിക്കാത്ത എന്തുകൊണ്ടുള്ള അലുവയും തോട്ടുമുക്കിൽ കിട്ടും. ഗോതമ്പുണ്ട്, അരിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഓർഡർ അനുസരിച്ച് ചക്ക അലുവ, മാംഗോ എല്ലാ ഐറ്റം ഉണ്ടാക്കും. 10-15 ഐറ്റം വെറൈറ്റി ഉണ്ട്. അരി അലുവ ആണെങ്കിൽ അരിപ്പൊടി വാങ്ങിച്ച് പൊടിച്ച് തലയ്ക്കുന്ന ദിവസം വെള്ളത്തിട്ട് വെച്ചിരിക്കും. ഓരോ ദിവസം ഇട്ട് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. എന്നാൽ പിറ്റേ ദിവസം എടുക്കും നമ്മൾ. തലസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് അലുവ എത്തുന്നത് തോട്ടുമുക്കിൽ നിന്നാണ്. പൊന്മുടി കുന്നുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് പറ്റിയ രുചിയിടമാണ് തോട്ടുമുക്ക്. അലുവ നല്ല ടേസ്റ്റുള്ള നല്ല അലുവ. നമ്മൾ വാങ്ങിക്കും. ഇവിടെ 10-40 വർഷം കൊണ്ട് ഉണ്ടാക്കണതന്നെ നമ്മൾ വാങ്ങിക്കുക, നമ്മൾ കഴിക്കുക. നമ്മളതിൻ്റെ ആവശ്യം വന്നാലും വാങ്ങിക്കുന്നുണ്ട്, വാങ്ങിക്കുക, എടുക്കുക, എല്ലാം ഉള്ളത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു മായോ ഒന്നും ഉള്ളതല്ല. മധുരമുള്ള ഹൽവകളുടെ പേരിൽ അറിയപ്പെടാൻ ഒരുങ്ങുകയാണ് തോട്ടുമുക്ക്. തോട്ടുമുക്ക് ഹൽവ ഇപ്പോൾ തന്നെ തലസ്ഥാന ജില്ലയിൽ ട്രെൻഡിംഗ് ആണ്. കോഴിക്കോട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹൽവ കിട്ടുന്ന ഒരു ഇടമായി തോട്ടുമുക്ക് മാറിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.